നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിന്റെ അറസ്റ്റിനു പിന്നാലെ ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെയും SIT 2 ദിവസത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്തേക്കും. എന്നാൽ CPM-ലെ അഭിപ്രായ ഭിന്നതകൾ കാരണം അറസ്റ്റ് വൈകിയേക്കുമെന്ന സൂചനയും ചില പാർട്ടി നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിനിടെ സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു എന്നിവരുടെ റിമാൻഡ് കാലാവധി തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി ഈ മാസം 27 വരെ നീട്ടി. കൊല്ലം വിജിലൻസ് കോടതി അവധിയായതിനാലാണ് പ്രതികളെ തിരുവനന്തപുരത്ത് ഹാജരാക്കിയത്. മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ പിൻവലിച്ചു. എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി മാറ്റിവെച്ചു. ഇതിനിടെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കവർന്ന കേസിൽ 4ാം പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശങ്കറുടെ ജാമ്യാപേക്ഷ പത്തനംതിട്ട പ്രിൻസിപ്പൽ ജില്ലാ കോടതി തള്ളി. ജയശ്രീയെ അറസ്റ്റ് ചെയ്യുന്നതിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇനി തടസ്സമില്ല. വാസുവിന്റെ അറസ്റ്റിൽ CPM-ലെ പ്രധാന നേതാക്കളുടെ വിയോജിപ്പ് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടെന്നാണ് വിവരം. സർക്കാർ ഇടപെടുന്നില്ലെന്നും പറയുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന പാർട്ടിക്ക് വലിയ ക്ഷീണമാണ് സംഭവിക്കുന്നത് എന്ന് നേതാക്കൾ സർക്കാർ കേന്ദ്രങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഹൈക്കോടതിയുടെ സൂക്ഷ്മ നിരീക്ഷണത്തിലുള്ള കേസിൽ എ പത്മകുമാറിന്റെയും ഒപ്പമുണ്ടായിരുന്ന അംഗങ്ങളെയും അറസ്റ്റ് ഒഴിവാക്കാനും SITക്ക് കഴിയില്ല. അതേസമയം വാസു സത്യസന്ധനാണ് എന്ന് കടകംപള്ളി ആവർത്തിക്കുകയാണ്. എൻ വാസുവിനെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ന്യായീകരിച്ചു. താൻ മന്ത്രിയായിരിക്കെ പ്രസിഡന്റ് എന്ന നിലയിൽ വാസു സത്യസന്ധനായാണ് പ്രവർത്തിച്ചത് എന്നാണ് ആ ബോധ്യം തനിക്കുണ്ടെന്നുമാണ് കടകംപള്ളി പറയുന്നത്. മറ്റൊന്നുമല്ല, ഇനി ആ കാലഘട്ടത്തിലും വാസു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ദേവസ്വം മന്ത്രി അറിഞ്ഞിരിക്കുമല്ലോ എന്നുള്ള പലരുടെയും നിരീക്ഷണത്തിന് പിന്നാലെയാണ് ഈ ഒരു ന്യായീകരണവുമായി അല്ലെങ്കിൽ വെള്ളപൂശലുമായി കടകംപള്ളി എത്തുന്നത്. കമ്മീഷണറായിരുന്ന കാലത്ത് ഒരു ഫയലിൽ ഒപ്പിട്ടതിന്റെ പേരിലാണ് വാസു പ്രതിയായിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ നൽകിയ ഫയലുകൾ അദ്ദേഹം ഒപ്പിട്ടതിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നും കടകംപള്ളി പറയുന്നു. ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റിനെ പുകഴ്ത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത്. വാസു കമ്മീഷണർ ആയിരുന്ന കാലത്ത് ഒരു ഫയൽ ഒപ്പിട്ടതാണല്ലോ പ്രതിയായത്. വാസു പ്രസിഡന്റ് ആയിരുന്ന കാലത്തല്ല ഒപ്പിട്ടത്. അദ്ദേഹം സത്യസന്ധനായ വ്യക്തിയാണ്. ബോർഡിലെ ദൈനംദിന കാര്യങ്ങൾ മന്ത്രി അറിയേണ്ടതില്ല. അതൊന്നും ദേവസ്വം മന്ത്രിയുടെ മുന്നിൽ വരാറുമില്ല. ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ ഏറ്റവും നന്നായി നടത്തുക എന്നുള്ളതാണ് സർക്കാരിന്റെ മുന്നിലുള്ളത്. അത് സർക്കാർ നന്നായി ചെയ്തു വരുന്നുമുണ്ട്. ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സർക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട്. കടകംപള്ളി കൂട്ടിച്ചേർത്തു. സ്വർണ്ണക്കൊള്ള കേസിലെ അറസ്റ്റിലായ എൻ വാസു നിലവിൽ റിമാൻഡിലാണ്. ഈ മാസം 24 വരെയാണ് റിമാൻഡ് ചെയ്തത്. വാസുവിനെതിരെ ഗുരുതര കാര്യങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ചേർത്തിരിക്കുന്നത്. ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തി നവീകരണത്തിന് ശുപാർശ നൽകി. രേഖകളിൽ സ്വർണം പൊതിഞ്ഞ പാളികൾ എന്നത് ഒഴിവാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം പാളി കൊടുത്തുവിട്ടാൻ ഇടപെടൽ നടത്തിയെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഇതര പ്രതികളുമായി ചേർന്ന ഗൂഢാലോചന നടത്തി. ബോർഡിന് നഷ്ടമുണ്ടായെന്നും പ്രതികൾ അന്യായമായി ലാഭമുണ്ടായെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയും.